ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അതായത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ആ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നിങ്ങളോ റെഡി അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആര് ക്ലാസ് എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്ലൈ കൊടുക്കണം. എങ്കിൽ മാത്രമേ എടുക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയുക. ഓക്കെ, സപ്പോർട്ട് കൊടുക്കുക അവർക്ക്. അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഉപഭോക്തൃ സംരക്ഷണ വളരെ എളുപ്പമുള്ളതാണ്, പഠിച്ചവർക്ക് മനസ്സിലായി. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുപ്രധാന നിയമങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവ തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായി? കാരണം എല്ലാത്തിനും എന്തുണ്ട്? കുറേയേറെ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷനുകൾ പരസ്പരം മാറാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം ഉപഭോക്തൃ സംരക്ഷണ നിയമം അറിയപ്പെടുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ മാസം 24-ാം തീയതിയാണ്. അപ്പം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1986 ഡിസംബർ മാസം 24. മനസ്സിലായോ? ആ ഡേറ്റ് ഓക്കെയാണോ? ഓരോന്നും അടുക്കി പഠിക്കണം. ഞാൻ പറഞ്ഞത് കുറച്ച് പ്രയാസമുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രയാസമാണ്, കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഓരോ ഭാഗവും ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ആ ഡേറ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ദേശീയ ഉപഭോക്തൃ ദിനം. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡിസംബർ മാസം 24 എന്നാണ്. ഡിസംബർ മാസം 24. ഓക്കെയാണ്. അപ്പൊ 1986 ഡിസംബർ മാസം 24-ാം തീയതി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നെങ്കിൽ ആ ഡിസംബർ 24 നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് എടുക്കുകയാണ്. അപ്പൊ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. ഓക്കെ, എന്നാൽ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്ന് ചോദിച്ചാൽ അത് മാർച്ച് 15 തിരിഞ്ഞു പോകരുത്. അന്താരാഷ്ട്രം മാർച്ച് 15 അല്ലെ? ആദ്യം വരുന്നത് അന്താരാഷ്ട്രമാണ്. അന്താരാഷ്ട്രം മാർച്ച് 15. ദേശീയ ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് ഡിസംബർ മാസം 24. ഓക്കെ, ഇനി 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 4 അധ്യായങ്ങൾ. എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുകളുമുണ്ട്? 31 വകുപ്പ്. ഇതങ്ങ് പഠിച്ചു വെച്ചോണം. എങ്ങനെ ചോദിച്ചാലാണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങൾ. എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകളുണ്ട്. എത്ര വകുപ്പുകളുണ്ട്? 31. ഓക്കെ ആണോ? അപ്പം 1986 ഡിസംബർ മാസം 24-ാം തീയതിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ആ ഡിസംബർ 24 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ആചരിക്കുകയാണ്? ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുകയാണ്. അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്ന് ചോദിച്ചാൽ അത് മാർച്ച് 15. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങളുണ്ട്. ഓർത്തു വെച്ചോടെ, 4 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുകളുണ്ട്? 31. നിങ്ങൾ നോക്കണേ, 31 അല്ലേ? 3 1 4 എന്ന് കൂട്ടി നിങ്ങൾ പഠിച്ചാൽ മതി. 3 1 4 4 അധ്യായം, 31 വകുപ്പ്. അത് തമ്മിലൊരു കണക്ഷൻ കിട്ടിയേ. 4 അധ്യായങ്ങളും 31 വകുപ്പുകളുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ഉള്ളത്. ഓക്കെ, എന്നാൽ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ട് നിലവിൽ വന്നത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. അപ്പൊ നമ്മൾ ക്ലിയറായി പിടിക്കുന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതിന് പകരമായിട്ട് 2019 എന്ത് വരുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നു. മനസ്സിലായോ? കുറച്ചേറെ ഭേദഗതികളോടുകൂടി
2019 എന്ത് വരികയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം വരികയാണ്. ആ പോയിന്റ് ക്ലിയർ ആയോടെ? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം നിലവിൽ വന്നത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അത് പാസാക്കിയത് 2019 ജൂലൈ 30 2019 ജൂലൈ മാസം 30 എന്ന് ലോക്സഭ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത്. ആ ഡേറ്റ് ഓക്കെയാണോ? 2019 ജൂലൈ 30. എന്നാൽ 2019 ഓഗസ്റ്റ് മാസം 6 ഇത് ആര് പാസാക്കിയത്? രാജ്യസഭ പാസാക്കിയത്. ഒന്നുകൂടെ പറയുന്നു, ലോക്സഭ എന്ന് പാസാക്കി നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരട്ടെ. 2019 ജൂലൈ 30. രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് മാസം 6. 2019 ഓഗസ്റ്റ് മാസം 6. ഓക്കെ. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് മാസം 9. നോക്കടേ, ഓഗസ്റ്റ് 6 അല്ലെ? ഈ 6 അങ്ങോട്ട് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടിയടേ? 9 കിട്ടി. അപ്പൊ 2019 ഓഗസ്റ്റ് 9 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. അങ്ങനെ 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ച ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചാൽ എന്താണെന്നറിയാവോ? 2020 ജൂലൈ മാസം 20. 2020 ജൂലൈ മാസം 20 അല്ലെ? ഏകദേശം 1 വർഷത്തോളം വരികയാണ്. ലോക്സഭ പാസാക്കി ഏകദേശം 1 വർഷത്തോളം വരികയാണ്. 2020 ജൂലൈ മാസം 20 എന്ത് നിലവിൽ വരുന്നത്? നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണോ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് പറയുന്നു, ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ലടെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ? ഇന്ത്യയിൽ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986 ഡിസംബർ മാസം 24 എന്ന് ഓർക്കണം. ഓക്കെ, ആ ഡേറ്റ് പക്കയാണ്. ആ ഡിസംബർ 24 എടുത്തോണം. എന്നിട്ട് നമ്മൾ പറയണം ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമാണ് എന്നങ്ങ് പറയണം. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 ആദ്യമുള്ളത് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമാണ്. അത് മാർച്ച് 15 കൊണ്ടുവരണം. മാർച്ച് 15 അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി 1986 വന്ന ആ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 4 അധ്യായങ്ങളുണ്ട്, 31 വകുപ്പുകളുമുണ്ട്. ഓക്കെ അല്ലേ? ആ ഭാഗം ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ട് 2019 എന്ത് വരുന്നു? ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു. ആ 2019 വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു ലെറ്ററും ഇതൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അത് മാറ്റാം. അടുത്ത ക്ലാസ്സോടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് ആക്കാറ്. എനിക്കിത് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് വൈറ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന്. അപ്പൊ ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30. ഓർത്തോണേ, 2019 ജൂലൈ 30. രാജ്യസഭയാണെങ്കിലോ 2019 ഓഗസ്റ്റ് 6. തിരിഞ്ഞു പോകരുത്, 2019 ഓഗസ്റ്റ് 6. ഓക്കെ. ഇനി 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസാക്കിയെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് മാസം 9. എന്നാൽ അത് നിലവിൽ വന്ന എന്നാണ് 2020 ജൂലൈ 20. 2020 ജൂലൈ 20. ഓക്കെയാണ്. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന സമയത്ത് അതിൽ പുതുതായി എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് എന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു? ഒന്ന്, ഇ കൊമേഴ്സ്. ഒന്നെന്താണ്? ഇ കൊമേഴ്സ് ആണ്. ഒന്നെന്താണ്? ഇ കൊമേഴ്സ് എന്ന് പഠിക്കണം. ഒന്നെന്താണ്? ഇ കൊമേഴ്സ് അല്ലെ? നമുക്ക് ചിന്തിക്കുമ്പോഴേ അറിയാം 1986 ഇ കൊമേഴ്സിന് അത്ര കണ്ട് പ്രാധാന്യമില്ലായിരുന്നു അല്ലെ? കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതുതായി ഉൾക്കൊണ്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ്. അപ്പൊ 2019 കൂട്ടിച്ചേർത്ത വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതാണ് ഇ കൊമേഴ്സ് ആണ് എന്ന് ഓർത്തോണം. എന്താണ് ഇ കൊമേഴ്സ്? 2, നേരത്തെ നോക്കണേ, പഴയ അല്ലെങ്കിൽ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉപഭോക്താവ് അല്ലെ, ആ ഒരു ഉപഭോക്താവിന് താമസ സ്ഥലത്ത് തന്നെ പരാതി നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. കാരണം ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ സജീവമായ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ പലപ്പോഴും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമായിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു പ്രോഡക്റ്റിന് ഒരു പ്രശ്നമുണ്ടായാൽ
നമ്മൾ പരാതി നൽകാനായിട്ട് അതേ സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കേരളത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ സിക്കിമിലോ ഒക്കെ യാത്ര ചെയ്ത് പോകേണ്ടി വരും. അവ തീർച്ചയായിട്ടും എന്ത് ചെയ്യത്തില്ല, നമ്മൾ അത്രയും മെനക്കെടത്തില്ല, കൃത്യമായിട്ട് ഒരു ഉപഭോക്താവിന് സേവനം ലഭിക്കത്തുമില്ല. അതുകൊണ്ട് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? ഉപഭോക്താവിന് തന്റെ താമസ സ്ഥലത്ത് തന്നെ പരാതി നൽകാം. മനസ്സിലായോടെ? ഉപഭോക്താവിന് തന്റെ താമസ സ്ഥലത്ത് തന്നെ പരാതി നൽകാം. അടുത്തത്, ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്? ഓൺലൈനായിട്ടും പരാതി നൽകാവുന്നതാണ്. ഓൺലൈനായിട്ടും പരാതി നൽകാവുന്നതാണ്. ഒന്ന്, താമസ സ്ഥലത്ത് തന്നെ പരാതി നൽകാം. അതുമല്ലെങ്കിലോ ഓൺലൈനായി പരാതി സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികൾക്ക് മേൽ എന്താണ് ഹിയറിംഗ് നടത്താനായിട്ട് എന്തുപയോഗിക്കാം? വീഡിയോ കോൺഫറൻസ് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ഇവിടെ വീഡിയോ കോൺഫറൻസ്. അതായത് 2019 വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഹിയറിംഗ് നടത്താം എന്ന് എന്ത് ചെയ്യുകയാണ്? കൂട്ടിച്ചേർക്കുകയാണ്. അവൻ 4 വ്യവസ്ഥ ഒന്ന് പറഞ്ഞു നോക്കണേ. ഒന്നെന്തായിരുന്നേ? ഒന്ന് ഇ കൊമേഴ്സ്. ഒന്നെന്താണ്? ഇ കൊമേഴ്സ്. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഓരോന്ന് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുകയാണ് ഇ കൊമേഴ്സ്. അടുത്ത എന്താണ്? ഉപഭോക്താവിന്റെ താമസ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്? പരാതി നൽകാവുന്നതാണ്. പരാതി നൽകാവുന്നതാണ്. അടുത്തത്, ഇനി പരാതി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നൽകാം? ഇവിടെ ഓൺലൈനായിട്ട് നൽകാം. എങ്ങനെ നൽകാം? ഓൺലൈനായി നൽകാവുന്നതാണ്. എങ്ങനെ നൽകാവുന്നതാണ്? ഓൺലൈനായിട്ട് നൽകാം. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പറഞ്ഞു വീഡിയോ കോൺഫറൻസിലൂടെ ഹിയറിംഗ് നടത്താം. മനസ്സിലായോ? അപ്പൊ നേരിട്ട് നമ്മൾ പോകണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? വീഡിയോ കോൺഫറൻസിലൂടെ ഹിയറിംഗ് നടത്താം. അടുത്തത്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്താക്കിയടെ? കുറ്റകരമാക്കി. തെറ്റിദ്ധരിക്കട്ടെ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാം? ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കുറ്റകരമാക്കി അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പണ്ട് 10ാം ക്ലാസ്സിൽ രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു മലയാളത്തില്. മനസ്സിലായ? ആ രുദ്രാക്ഷ മഹാത്മ്യം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുന്നതാണ്, ഒരു ശക്തിയുമില്ലാത്ത ഒരു രുദ്രാക്ഷം പത്രപരസ്യത്തിലൂടെ വിൽപ്പന നടത്തും. ഒരുപാട് എന്താണ് എന്തോ പറയുന്നതിന് എന്താ പറയുക, കഴിവുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു മാജിക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രുദ്രാക്ഷമാണ് ഇത്. നമ്മൾ വാങ്ങി അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമൊക്കെ സബലീകരിക്കും. മനസ്സിലായോ? ഇതിനകത്ത് ആഗ്രഹമൊക്കെ എങ്ങനെ രുദ്രാക്ഷമൊക്കെ വേണ്ടി അണിഞ്ഞിട്ടുണ്ടോ? സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രുദ്രാക്ഷം അങ്ങനെ എന്തെങ്കിലും അണിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ആ ഒരു രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം പരസ്യമാക്കി അതിലൂടെ എന്ത് ചെയ്യുന്നു? അതൊരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ചാപ്റ്ററാണ് രുദ്രാക്ഷ മഹാത്മ്യം. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ പഴയ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് പരസ്യങ്ങൾ, ഏത് തരത്തിലുള്ള പരസ്യങ്ങൾ വേണോ നമുക്ക് ചെയ്യാമായിരുന്നു. എന്നാൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്താക്കി മാറ്റി? കുറ്റകരമാക്കി മാറ്റി. കുറ്റകരമാക്കി മാറ്റി. ഓക്കെ ആണോ? ഇനി 6ാമത്തെ വ്യവസ്ഥ മധ്യസ്ഥതയാണ് അല്ലെ? മധ്യസ്ഥത എന്ന് പറയുന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? മധ്യസ്ഥത. മധ്യസ്ഥത മധ്യസ്ഥ വഹിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഒറ്റ വാക്ക് പറയുമല്ലോ. ആർക്കാ പറയാൻ പറ്റുന്നത്? മധ്യസ്ഥ വഹിക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഒറ്റ വാക്കുണ്ടല്ലോ, വൺ വേർഡ്. ആർബിട്രേറ്റർ അല്ലെ? ആർബിട്രേറ്റർ എന്ന് വെച്ചാൽ ഒരു എന്താണ് മധ്യസ്ഥന്റെ സഹായത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതി. അതായത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മധ്യസ്ഥത അനുവദനീയമാണ്. എങ്ങനെയുള്ള മധ്യസ്ഥതയാണ്? നിയമപരമായി കോടതിക്ക് പുറത്ത് വെച്ച് നിയമപരമായ രീതിയിൽ മധ്യസ്ഥത ആർക്കൊക്കെയാണ്? ഉപഭോക്താവിനും ഉൽപാദകനും മധ്യസ്ഥതയിൽ ഏർപ്പെടാനുള്ള ഒരു അവസരമുണ്ട്. ഓക്കെ, ഓർത്തോണം. ഇത്തരത്തിൽ ഒരു മധ്യസ്ഥതയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപഭോക്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നിടേ? പിന്നെ യാതൊരു വിധമായ പരാതിയും നൽകാൻ സാധിക്കുന്നല്ല. അത് ഓർത്തോണം. അപ്പൊ മധ്യസ്ഥത എന്നാ കൂട്ടിച്ചേർത്ത് 2019 2019. അടുത്ത എന്താണ് വരുന്നത്? ഉൽപ്പന്ന ബാധ്യത. ഉൽപ്പന്ന ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകനും അത് കച്ചവടം ചെയ്യുന്ന വ്യക്തിക്കും എന്തിനിടെ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന് മേലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആർക്ക് ബാധ്യതയുണ്ട്? ഉൽപാദകനും കച്ചവടക്കാരനും എന്തുണ്ട്? ബാധ്യതയുണ്ട്. ഏതനുസരിച്ച്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച്. അപ്പൊ മധ്യസ്ഥതയൊക്കെയാണ്, ഉൽപ്പന്ന ബാധ്യതയും ഒക്കെയാണ്. ഇനി അടുത്ത വരുന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നോക്കണേ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം
2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെ നിലവിൽ വരികയാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നെന്തായിരുന്നു? ഒന്നാമത്തെ എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കണേ. ഇ കൊമേഴ്സ്. ഒന്നെന്താണ്? ഇ കൊമേഴ്സ്. രണ്ടെന്താണ്? ഉപഭോക്താവിന് താമസ സ്ഥലത്ത് തന്നെ എന്ത് നൽകാവുന്നതേ ഉള്ളൂ? പരാതി നൽകാവുന്നതേ ഉള്ളൂ. മൂന്നെന്തായിരുന്നു? വേണമെങ്കിൽ അദ്ദേഹത്തിന് ഓൺലൈനായി പരാതി നൽകാം. ഓൺലൈനായിട്ട് എന്ത് നൽകാം? അവിടെ പരാതി നൽകാം. വീണ്ടും എന്താ പറഞ്ഞത്? വീഡിയോ കോൺഫറൻസിലൂടെ ഹിയറിംഗ് നടത്താം. എന്ത് നടത്താം? ഹിയറിംഗ് നടത്താം. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ കുറ്റകരമായി മാറുന്നു. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്? മധ്യസ്ഥത. ഉൽപാദകനും ഉപഭോക്താവിനും വേണമെങ്കിൽ നിയമപരമായി മധ്യസ്ഥതയിൽ ഏർപ്പെടാം. ഇത്തരത്തിൽ മധ്യസ്ഥതയിൽ ഏർപ്പെട്ടാൽ ഉപഭോക്താവിന് പിന്നീട് യാതൊരു വിധമായ പരാതിക്കും പോകാൻ സാധ്യമല്ല. അടുത്ത് എന്ത് പറഞ്ഞു നമ്മള്? ഉൽപ്പന്ന ബാധ്യത. വീണ്ടും നമ്മൾ പറഞ്ഞു എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടെ? ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? അപ്ലോഡ് ചെയ്യുന്നതാണ്.